വെൽക്കം ടു ക്രേസി വെജ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, പൂരി മസാല. അപ്പോൾ അതിനെന്തൊക്കെ വേണം നോക്കാം. ആദ്യം നമ്മൾ മസാല തയ്യാറാക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസ് സവോളയും ഇതുപോലെ വാഷ് ചെയ്തിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാമ്പാറിനൊക്കെ ഈ ഒരു രീതിയിൽ സാമ്പാറിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് വേണം. എന്നിടയ്ക്ക് കീറി എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് 3ഓ 4ഓ ഒക്കെ എടുക്കാം. പിന്നെ ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അത് താളിക്കാനായിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും. ഇത് നമ്മൾ 3 പേർക്ക് വേണ്ടിയിട്ട്, അതായത് 3 പേർക്ക് നന്നായി കഴിക്കാവുന്ന രീതിയിലുള്ള പൂരി മസാലയാണ് റെഡിയാക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ വേണം, അതുപോലെ ഉപ്പും വേണം. ഇത്രയും മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി പൂരിയുടെ ഡോയ്ക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി 1 കപ്പ്, മെഷറിംഗ് കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം, അതുപോലെ കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും വേണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൂരി ഒന്ന് കുഴച്ചെടുക്കാനാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. അപ്പോൾ ആ കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന രീതിയിൽ ചെറുതായിട്ട് നനച്ചെടുത്തിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുത്ത് ശ്രദ്ധിച്ച് കുഴച്ചെടുക്കണം. കാരണം വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ അതുപോലെ അത് വലിച്ചെടുക്കും. അപ്പം എണ്ണ വലിച്ചെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കഴിക്കാൻ. അതുപോലെ അത് നന്നായിട്ട് ഇങ്ങനെ ചൊള്ളി വരികയില്ല. പൂരി നന്നായി പൊങ്ങി വന്നാലല്ലേ അതിന് ഒരു ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കുക, അടച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് മസാല റെഡിയാക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും സവോളയും ഇഞ്ചിയും പച്ചമുളകും. അതിൻ്റെ കൂടെ പൊടിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് അത് നികന്ന് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം. അപ്പോൾ എത്ര പച്ചക്കറി എടുക്കുന്നോ അതിന് നികന്ന് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി, കൂടി പോകണ്ട. അത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന രീതിയിൽ വേവിച്ചെടുക്കാം. 3 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളവും കറക്റ്റാണ്, കൂടുതലില്ല. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുക്കാം. പക്ഷേ അത് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ അത് ഉടഞ്ഞു കിട്ടും. നമുക്ക് ആ ഗ്രേവിയോ അത് പേസ്റ്റ് മാതിരി ഇരിക്കും. നമുക്ക് ആ പൊട്ടറ്റോ അങ്ങനെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഇനി അത് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പം അതിലേക്ക് കടുകിടാം. അപ്പോൾ ഈ കടുകിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പും അതുപോലെ കടലപ്പരിപ്പ്, പൊട്ടുകടലയൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇവിടെ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല, കടുക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കടുകും വറ്റൽമുളകും കറിവേപ്പില ഇടുക. കടുക് പൊട്ടുന്ന സമയത്തേക്ക് അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് മുളകൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കടുക് പൊട്ടുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഡോ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-12 മിനിറ്റ് ആയി. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയെങ്കിലും സമയം വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് നല്ല പൂരി തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ അത് നമുക്കൊന്ന് ഉരുളകളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പം നമുക്കെല്ലാം ഒരേ വലിപ്പത്തിലുള്ള പൂരികൾ കിട്ടും. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോ വലിപ്പത്തിലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അല്ലാതെ എടുക്കാം.
അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊരു ഒരു കപ്പ് മാവ് കൊണ്ട്, ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഒരു 14 പൂരി വരെ റെഡിയാക്കി എടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 14 പൂരിയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനിങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കിവിടെ 14 കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു പ്രസർ യൂസ് ചെയ്തിട്ടാണ് ഇത് പരത്തി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രസർ എടുത്തിട്ട് പൂരി പ്രസറിലേക്ക് കുറച്ച് ഒരു എണ്ണ തടവി കൊടുക്കാം. ഇനി ഈ പ്രസർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അത് ഞാനിനി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മാവ് അല്ലാതെ തന്നെ ഇട്ടിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ എടുക്കാം. പിന്നെ കുറച്ച് മാവ് യൂസ് ചെയ്യാവുള്ളൂ, പൊടി കുറച്ച് നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. ഇതുപോലെ പരത്തിയെടുക്കാം. ഇതിന് നമ്മൾ മാവ് പൊടി കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് ഒരുപാട് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണയിലേക്ക് ആ പൊടി വന്നിട്ട് അതിങ്ങനെ കരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഓരോന്ന് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ മേളിൽ ഇങ്ങനെ കറുത്ത കളറിലെ പൊടി ഇങ്ങനെ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പൊടി കുറച്ചെടുത്തിട്ട് വേണം പരത്താനായിട്ട്. അല്ലെങ്കിൽ പ്രഷർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പവും എണ്ണ നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ തന്നെ എടുക്കാം. നല്ല ഒരേ വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പൂരിയെല്ലാം അതുപോലെ ഒന്ന് പരത്തിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ. അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തിയെടുത്ത് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് വേണം മാവ് നമുക്ക് പരത്തിയെടുത്തത് ഇട്ട് കൊടുക്കാനായിട്ട്. അത് പൊങ്ങി വരുന്നില്ലെങ്കിൽ നമ്മൾ ആ തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ആ എണ്ണയുടെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇങ്ങനെ നമുക്ക് എല്ലാ പൂരികളും ചുട്ടെടുക്കാം. അത് പൊങ്ങിയ ഉടനെ എടുക്കരുത്. അത് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ, കുറച്ചൊന്ന് ആവുന്ന വരെ ഇട്ടേക്കണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. ഫ്ലെയിം കുറച്ചിടാൻ പാടില്ല, എണ്ണ അത് ഒത്തിരി വലിച്ചെടുക്കും. അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം. Thank you for watching this video. Please subscribe.